ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിംസ് കോർണർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ വെച്ചുണ്ടാക്കുന്ന ഡോണറ്റാണ്. പൊട്ടറ്റോ മിനി ഡോണറ്റ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റാണ്. അതിന് നമ്മൾ പൊട്ടറ്റോ ഒരു 3 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഫസ്റ്റ്. അതിനുശേഷം നമ്മളത് നന്നായി മാഷ് ചെയ്തെടുക്കുക. നല്ല കട്ടകളൊന്നും വരാത്ത രീതിയിൽ നന്നായി മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കില്ല അതേപോലെ തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ മാഷർ വെച്ചിട്ടോ നന്നായി ഉടച്ചെടുക്കുക. ഇങ്ങനെ നന്നായി ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദയും അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും, അതിലോട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, അതിലോട്ട് 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ, അത് നന്നായി മിക്സ് ചെയ്യണം. അതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മാഷ് പൊട്ടറ്റോ 1/2 കപ്പ് മാത്രം എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈ വെച്ച് മിക്സ് ചെയ്യാണ് നല്ലത്. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഈ ഒരു പരുവാകുമ്പോൾ അതിലോട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം. ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം ഒഴിക്കണം. ഫസ്റ്റ് ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഒഴിക്കേണ്ട. അത് കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ആ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കണം. നന്നായി സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചാലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോണറ്റാണ്. വളരെ എളുപ്പത്തിൽ ഈവനിങ്ങിലൊക്കെ നമുക്ക് സ്നാക്സ് ആക്കി ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാം. അവരൊത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് ഈ കൺസിസ്റ്റൻസി ആക്കണം. അതിനുശേഷം നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം നമ്മൾ ഈ ബാറ്റർ ചെറിയ ബോൾസ് ആക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചൂടായ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റൂ, എന്നാലാണ് ആ കറക്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇച്ചിരി കയ്യിൽ വെള്ളമാക്കിയിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ബോളാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടിട്ടാലും മതി. പിന്നെ ഇതെല്ലാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ ഇവണായിട്ട് എല്ലാ സ്ഥലത്തും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഒരു സൈഡ് മുരിഞ്ഞ ശേഷം അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടിട്ട് പിന്നെ അതിന് ശേഷം 2 സൈഡ് ഒരുവിധം ഒരു ബ്രൗണായി വന്നാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാ കാരണം വെച്ചാൽ അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഗോൾഡൻ കളർ ബ്രൗണിൽ അത് നമുക്ക് കിട്ടും. ഇതുണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ ഡോണറ്റ് ഏകദേശം റെഡിയായി. ഇച്ചിരിയും കൂടി ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മുടെ ഡോണറ്റ് റെഡിയായി. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൊടിച്ച പഞ്ചസാരയിലിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടിങ് കൊടുക്കാം. ചോക്ലേറ്റ് കോട്ടിങ് വേണമെങ്കിൽ ചോക്ലേറ്റ് കോട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ സ്പ്രിങ്കിൾസ്, ഇഷ്ടമുള്ളത് വൈറ്റ് ചോക്ലേറ്റോ ബ്ലാക്ക് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പൗഡർ ഷുഗർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്നിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡിയായി. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡോണറ്റാണ്. സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരിവൺ.